ഗൈസ് എല്ലാവരും വീട്ടിൽ പോകുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്കാണ്. വിശന്നിട്ട് കണ്ണ് കള്ളുക കണ്ടോട്ടോ. ചെയ്തായിരുന്നു, റെക്കോർഡൊക്കെ ചെയ്തായിരുന്നു. ഞങ്ങൾ ഇന്ന് ലാസ്റ്റ് ആൾക്കാരാണ് അപ്പോയിൻമെൻറ്റിന്. ഞങ്ങളെപ്പോഴും അതെ, ഞങ്ങളാണ് ഇവിടുത്തെ ലാസ്റ്റ് പീപ്പിൾ. എപ്പോൾ വന്നാലും ലാസ്റ്റ് പേഷ്യൻ്റായിട്ട് ഞങ്ങളെയാണ് ഇറക്കി വിടാറ്. ഇപ്പോൾ ഹോസ്പിറ്റൽ ഫുള്ള് കാലിയായി. അപ്പോൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ഷുഗറിൻ്റെ ഡയബറ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഞങ്ങളുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് എടുത്തു അവർക്ക് ഫുൾ ചെക്ക് ചെയ്യാനായിട്ട്. മെയിൻ സ്കാനിങ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ടും അവർ ഡയബറ്റിക്കിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് സ്കാനിങ് ഇട്ടിട്ടുണ്ട്. നോർമലി UK-യിൽ 3 സ്കാനിങ് ആണ്. 5-ാമത്തെ മാസം എല്ലാവരും സ്കാനിങ് തീരും. പിന്നെ എന്തെങ്കിലും റിസ്ക് കേസ് ഉണ്ടെങ്കിൽ അവർക്ക് ലാസ്റ്റ് സ്കാനിങ് വെക്കും. ഇതിപ്പോൾ ഇവിടെ അപ്പോയിൻമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ പേപ്പേഴ്സും ഫയൽസും എല്ലാം റിസപ്ഷനിൽ കൊടുത്ത് നമുക്ക് അടുത്ത അപ്പോയിൻമെൻറ്റ് ഡേറ്റൊക്കെ നമ്മൾ തന്നെ ഈ ഫയൽ ഏൽപ്പിച്ച് കഴിയുമ്പോൾ അവിടെ റിസപ്ഷനിലുള്ള സ്റ്റാഫ് നമുക്ക് എഴുതി തരും. അതനുസരിച്ച് നമ്മൾ അപ്പോയിൻമെൻറ്റിന് വരണം. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഞങ്ങളാണല്ലോ ലാസ്റ്റ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ 5 മണിയൊക്കെ ആകുമ്പോൾ 4 മണിയാകുമ്പോഴേക്കും ഇരുട്ടാവും. 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ചുമ്മാ സിറ്റി സെൻറ്റർ തൊട്ടടുത്ത ഹോസ്പിറ്റലിനെ ചുമ്മാ ലൈറ്റ്സ് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങി. കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്രാവശ്യം. മോർ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അന്ന് ആ ഈവനിങ് കിട്ടിയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. കുട്ടു എപ്പോഴും പാസ് ചെയ്യുന്നുണ്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ. ഇപ്രാവശ്യം സിറ്റി സെൻറ്റർ അടിപൊളിയായിട്ടുണ്ട്. കുറേ ട്രഡീഷണൽ ഷോപ്സ്, കുറേ ഐറ്റംസ് ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഒരു ഈവനിങ് ലൈറ്റ്സും ഷോപ്സൊക്കെ കണ്ടിട്ട്. നല്ലൊരു ഈവനിങ് ആയിരുന്നു. സ്കാനിങ് നന്നായിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലെ അത് നന്നായി. ടൈം എടുത്ത് സംടൈംസ് അത് ഭയങ്കര റഷായിട്ടായിരുന്നു ഞങ്ങൾക്ക് മുമ്പൊക്കെ സ്കാനിങ് പെട്ടെന്ന് കഴിഞ്ഞു. പ്രാവശ്യം നല്ല ടൈം എടുത്ത് അവരെല്ലാം പറഞ്ഞു തന്നു. അപ്പോയിൻമെൻറ്റ്സ് ആണെങ്കിലും ഡോക്ടർ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഫുഡ് ഐറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഷോപ്സൊക്കെ കണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം തീർന്നു.
ഇനിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ, ടാറ്റാ.